കുട്ടികൾ വീഴുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പ്രത്യേകിച്ച് തലയിടിച്ച് വീഴുന്നത്, അത് കുഞ്ഞു വാവകളാണെങ്കിൽ ഒന്നും പറയണ്ട. കട്ടിലിൽ നിന്ന് വീഴുക, തൊട്ടിയിൽ നിന്ന് വീഴുക, കുളിപ്പിക്കുമ്പോൾ വീഴുക, എടുക്കുമ്പോൾ വീഴുക, ഇനി ഡയപ്പർ മാറ്റാൻ വേണ്ടി ടേബിളിലൊന്ന് കിടത്തിയിട്ട് തിരിയുമ്പോൾ വീഴുക, നമ്മൾ ബാത്റൂമിലൊന്ന് പോകുന്ന ഗ്യാപ്പ് നോക്കി കട്ടിലിൽ നിന്ന് വീണ്ടും മറിഞ്ഞ് വീഴുക, ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു പരിപാടിയാണ്. ഇനി നടക്കാൻ തുടങ്ങിയാലോ, എഴയുന്ന സമയത്ത് തൊട്ടേ തുടങ്ങും പ്രശ്നങ്ങൾ. തട്ടി വീഴാം, അവിടെ മുട്ടി വീഴാം, സ്റ്റെയറിൽ നിന്ന് ഉരുണ്ട് വീഴാം, പിന്നെ ടൈലിൽ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തെന്നി വീഴാം. അങ്ങനെ വീഴ്ചകൾ ഇങ്ങനെ പല ടൈപ്പിലാണുള്ളത്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് നമ്മുടെ ഈ പേരൻസ് ഒപ്പിയിൽ വരും. കുട്ടികൾ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും, പക്ഷേ പേരൻസ് ഇങ്ങനെ ബാക്കിൽ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കും. ഡോക്ടറെ എന്ത് ചെയ്യണം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും ഈ പേരൻസിനുള്ളത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അമലു ബാബു, കുട്ടികളുടെ ഡോക്ടറാണ്. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടി ഡോഗ് വിത്ത് കുട്ടി ടോക്ക്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾ തലയിടിച്ച് വീണാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു 6 മാസം തൊട്ട് കുഞ്ഞ് തിരിയാനും അറിയാനും ഒക്കെ തുടങ്ങും അല്ലേ. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏജാണ്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ അൺഅറ്റൻഡഡ് ആയിട്ട് വിട്ടിട്ട് പോയത്. കാരണം ഇവരുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് മാറുമ്പോഴൊക്കെ ആയിരിക്കും ഇവർ ഉരുണ്ട് വീഴുന്നത്. ഇനി സപ്പോസ് ഇങ്ങനെ വീണെന്നിരിക്കട്ടെ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അപ്പോൾ നമ്മളൊരു കുഞ്ഞുവാവ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾ ഒന്ന് വീഴുന്ന സമയത്ത് അവരെ നമ്മൾ വേഗം എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇവരെ പിടിച്ച് ഇങ്ങനെ കുലുക്കുന്നത്. ദയവായിട്ട് അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഴുന്ന സമയത്ത് കുട്ടികൾക്ക് തലയിലോ അല്ലെങ്കിൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തോ നമ്മുടെ സ്പൈനിനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളിങ്ങനെ കുലുക്കുന്നതിലൂടെ അത് കൂടുതൽ ദോഷമായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ കുട്ടീനെ എടുത്തിട്ടൊന്ന് ചേർത്ത് പിടിച്ചിട്ടൊന്ന് സമാധാനിപ്പിക്കുക. കുഞ്ഞുങ്ങൾ നന്നായിട്ട് കരയും. ആക്ച്വലി കരയുന്നത് വളരെ നല്ലൊരു സൈനാണ്. കരയാതെ ക്ഷീണിച്ചൊക്കെ കിടന്നാലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കരയുന്ന സമയത്ത് ചെറിയ വാവകളാണെങ്കിൽ അവരെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ച് നന്നായിട്ടൊന്ന് സമാധാനിപ്പിച്ചിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആദ്യം ഒന്ന് ഫീഡിനൊന്നും സമ്മതിച്ചെന്ന് വരില്ല, പക്ഷെ നമ്മൾ കുറച്ച് നന്നായിട്ട് സമാധാനിപ്പിച്ചതിന് ശേഷം ഒന്ന് സാവധാനം ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവർ സമാധാനമായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ പതിയെ തല തൊട്ട് അവരുടെ ദേഹം മൊത്തം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. തലയിൽ എന്തെങ്കിലും മുഴച്ചിട്ടുണ്ടോ, മുറിവുകളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കണം. അതുപോലെ തന്നെ ദേഹത്ത് എവിടെയെങ്കിലും ഒക്കെ തൊട്ട് നോക്കുമ്പോൾ പെയിൻ ഉണ്ടോ, കൈയും കാലും അനങ്ങാതിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി തല മുഴച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഐസ് പാക്ക് ഉണ്ടെങ്കിൽ ഐസ് പാക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സാധാ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെക്കാതെ വൃത്തിയുള്ള തുണിയിലോ തോർത്തിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് ഐസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി മുറിവായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നോക്കാം, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഈ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും കുട്ടിയുടെ ആക്ടിവിറ്റി എങ്ങനെയുണ്ട്, അവന് വേദനയുണ്ടോ. വേദന ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പാരസിറ്റമോൾ ഉണ്ടാകും അല്ലേ. നമുക്ക് ഓൾറെഡി ഡോക്ടർ പറഞ്ഞു തന്ന അളവിൽ നമുക്ക് പാരസിറ്റമോൾ കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ് കുഞ്ഞ് ഛർദ്ദിച്ചു എന്ന് പറയുന്നത്. നോർമലി ഒരു തവണയൊക്കെ ഛർദ്ദിക്കുന്നത് വളരെ കോമൺ ആണ്. കാരണം നമ്മൾ തലയിടിച്ച് വീഴുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ നമ്മുടെ ഹാർഡായിട്ടുള്ള സ്കള്ളിൽ പോയി തട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് കാരണം ഉണ്ടാകുന്നതാണ് ഈ വോമിറ്റിങ്. ഈ ഒരു തവണ ഛർദ്ദിക്കുന്നത് വളരെ നോർമലാണ്. പക്ഷെ ഒന്നിൽ കൂടുതൽ തവണ ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 24 അവറിലേക്ക് നമ്മൾ കുട്ടീനെ നന്നായിട്ട് വാച്ച് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഡേഞ്ചർ സൈൻസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെയാണ് ഡേഞ്ചർ സൈൻ, എപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടത്? ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, കുഞ്ഞ് വീണ ഉടനെ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, കുഞ്ഞ് കരയാണെങ്കിൽ നല്ല സൈനാണ്. അപ്പോൾ കുഞ്ഞ് കരയാതിരിക്കുക, കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോകുക, ഇതൊക്കെ ഒരു ഡേഞ്ചർ സൈനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഉടനെ തന്നെ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. രണ്ടാമതായിട്ട്, കുഞ്ഞിന് ഓർമ്മ നഷ്ടപ്പെടുക. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് വീണത് എന്നുള്ള കാര്യമൊന്നും കുഞ്ഞിന് ഓർമ്മയില്ലാതിരിക്കുക. മൂന്നാമതായിട്ട്, കുഞ്ഞിൻ്റെ സംസാരം ക്ലിയർ ആവാതിരിക്കുക. അതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു സൈഡിലേക്ക് വേച്ച് പോകുന്ന പോലെ തോന്നുക. ഇനി കുട്ടികൾ ഛർദ്ദിക്കുന്നത്, നമ്മൾ പറഞ്ഞു ഒരു തവണ ഛർദ്ദിക്കുന്നത് കുഴപ്പമില്ല, ചിലപ്പോൾ ഒരു 2 തവണയെ ചിലപ്പോൾ ഛർദ്ദിച്ചേക്കാം. പക്ഷെ എങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് ഓഫ് വോമിറ്റിംഗ് ഒരു ഡേഞ്ചർ സൈൻസ് ആണ്. തുടർച്ചയായിട്ട് ഛർദ്ദിച്ച് ക്ഷീണിച്ച് അവശനായി കിടക്കുന്നത് ഒരു ഡേഞ്ചർ സൈനാണ്. അടുത്തതായിട്ട് ഇനി നമുക്ക് സ്കള്ളിന് ഫ്രാക്ചറായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നോക്കാം. നമ്മൾ തലയിലൊക്കെ തൊടുന്ന സമയത്ത് എവിടെയെങ്കിലും കുഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പൊട്ടൽ വന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇനി ഇങ്ങനെ പൊട്ടൽ സംഭവിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് പോലെ വരാം. ഈ പാൻഡ ഐസ്, റക്കൂൺ ഐ എന്നൊക്കെ നമ്മൾ പറയും. അത് ഉള്ളിൽ ഫ്രാക്ചർ വന്നതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടായതിൻ്റെ സൈൻ
സൈനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ ബാക്കിലുള്ള ഈ എല്ലിൻ്റെ ഭാഗത്തും ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാം. ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജന്നി വരിക, അതായത് സീഷർ വരിക. കുട്ടി ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ കൈയും കാലും ബലം പിടിക്കുന്നു, വായിൽ നിന്ന് നുരയും പതയും വരുന്നു. ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേഞ്ചർ സൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം എത്തിക്കണം. ആ സമയത്ത് നമ്മൾ വലിയ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ ഒന്നും തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഒന്ന് വീണ് കഴിഞ്ഞാൽ ഉടനെ CT എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ CTക്ക് ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ട്. നൈസ് ഗൈഡ് ലൈൻ ആണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളും ഡേഞ്ചർ സൈൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും നമുക്ക് CT വേണോ വേണോ എന്നുള്ളത് തീരുമാനിക്കുക. ഹോസ്പിറ്റലിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ ന്യൂറോ ഒബ്സർവേഷൻ ചെയ്ത് ചികിത്സ എന്തെങ്കിലും വേണോ എന്നുള്ളത് നമ്മുടെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ വീഴുന്നത് അത്ര നിസ്സാരമായിട്ട് കരുതരുത്. 50% കുട്ടികളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും 50% ഓഫ് കുട്ടികളിൽ ഈ പറയുന്ന തരത്തിലുള്ള കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Until then, this is Dr. Amalu signing off. Take care. Bye.